പാമ്പുകളിലെ രാജാവായ രാജവെമ്പാലയുടെ 16 കുഞ്ഞുങ്ങൾ. ഷാജിയുടെ വീട്ടിൽ പ്രത്യേകമായി തയ്യാറാക്കിയ ആവാസ വ്യവസ്ഥയിലാണ് മുട്ടകൾ വിരിഞ്ഞത്. കണ്ണൂരിലെ മലയോര ഗ്രാമമായ കുടിയാൻമലയിലെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുപറമ്പിൽ നിന്നാണ് മുട്ടകൾ ലഭിച്ചത്. വനംവകുപ്പ് വാച്ചർ കൂടിയായ ഷാജിയുടെ വീട്ടിൽ സൂക്ഷിച്ച മുട്ടകൾ 80-ാം ദിവസം വിരിഞ്ഞു. വിരിച്ചെടുത്തത് ബേസിന് വെള്ളം വെച്ച് അതിൻ്റെ അകത്ത് ഒരു ബോക്സിലാണ് വെച്ചത്. അത് ഒരു 2 ദിവസം കൂടുമ്പോൾ ഞാൻ കുറച്ച് ഐസും കട്ടലിട്ട് കൊടുത്ത് തണുപ്പ് ക്രമീകരിച്ച് കൊടുത്ത്, പിന്നെ മേലെയും കുറച്ച് മുളയുടെ ചപ്പലിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും 2 ദിവസം കൂടുമ്പോൾ. അങ്ങനെ തണുപ്പ് ക്രമീകരിച്ച് കൊടുത്തിട്ടാണ് ഇത്ര വരെ 2 മാസം കറക്റ്റ് അങ്ങനെ തന്നെ നോക്കി. ഇപ്പോൾ മഴ പെയ്തതിന് ശേഷം അതിൽ നിന്ന് ഒഴിവാക്കി പുറത്ത് വെച്ച മുട്ട ഇപ്പോൾ ഇന്നലെ മുതൽ വിരിയാൻ തുടങ്ങി. നാട്ടുകാർ മുട്ട ഇവിടെ വെക്കുന്ന പ്രശ്നമുണ്ടായിരുന്നു. മുട്ട ഇവിടെ വെക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതുകൊണ്ട് അവിടെ വെക്കാൻ ഉണ്ടായിരുന്നു. എല്ലാം ഇവിടെ തന്നെ വിരിയിക്കാൻ നോക്കുക. അപ്പോൾ കൃഷിയിടത്തിലായതുകൊണ്ട് അവർക്കപ്പം പോയിട്ട് വരേണ്ട പ്രശ്നം കൊണ്ട് അങ്ങനെ പറ്റൂലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് എടുത്ത്. ഒരാഴ്ചയ്ക്കകം രാജവെമ്പാല കുഞ്ഞുങ്ങളെ ഉൾക്കാട്ടിൽ തുറന്നുവിടും. ആള് ചെറുതാണെങ്കിലും വലിയ രാജവെമ്പാലയുടെ അത്ര വിഷം തന്നെ കുഞ്ഞുങ്ങൾക്കുമുണ്ട്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.